ഹായ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു മീൻ കറി ആട്ടോ വെക്കാൻ പോകുന്നത്. വറുത്തരച്ച മീൻ കറി കൂരിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നല്ലോ. ഞാനിവിടെ 1 കിലോ കൂരി മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വറുത്തരച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നാളികേരം ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പത്തിക്കുക. ഞാനിവിടെ തേങ്ങ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ നാളികേരം ചിരകി എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈവനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നാളികേരം വറുത്ത് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മുരിവ് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ചെറു തീയിലിട്ടിട്ട് ഇത് സ്ലോ ആയിട്ട് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ വറുത്ത് വരുമ്പോൾ ഇതിങ്ങനെ കരിഞ്ഞു പോണ പോലെ തോന്നുവാണെങ്കിൽ മാത്രം 1 ടീസ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറു തീയിലിട്ട് നമ്മൾ വറുത്ത് കൊടുക്കുക. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകട്ടോ. അതുകൊണ്ടാണ് ആ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തത്. നല്ലോണം മൂത്ത് ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ആവശ്യം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി കൂടുതൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂരിക്കൊരു ഒരു മണമുണ്ട്. ആ ഒരു ഉളുമ്പ് മണം പോലത്തെ ഒരു മണമുണ്ട്. അത് പോകാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ചപ്പ് മാറണ വരെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു 4-5 ഉള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി അല്ലട്ടോ, ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇതൊന്ന് അങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത് ചൂടാക്കി സെറ്റായി കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ചൂടാറണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം നല്ലോണം. അപ്പോൾ ഇത് ആ പൊടികളുടെ പച്ചപ്പ് മാറുന്ന വരെ നമ്മൾ ആദ്യം ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ, തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചട്ടിയിൽ നിന്ന് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വിടർത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഇത് വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കരിയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. കരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മൊത്തം പോവും. എന്നിട്ട് നമുക്ക് അരയ്ക്കുന്ന സമയത്ത് ഇത്രയും ഭാഗം ഒരു ഇഞ്ചി കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് അരയ്ക്കുക. വറവിൽ വെള്ളം ചേർക്കേണ്ടി വരില്ല. വറുത്ത എണ്ണയിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇത് മീൻ ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക. നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ അരപ്പ് എന്നിട്ട് ആവശ്യത്തിന് ആ മീൻ നമുക്ക് എന്തോരം ചാറ് ആവശ്യമുണ്ടോ അതനുസരിച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. മീൻ അത്യാവശ്യം മുങ്ങി നിൽക്കുന്ന രീതിയിലെങ്കിലും വെള്ളം ഒഴിക്കണം. പിന്നെ തിളച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകി വരും. വറുത്തരച്ച് വെക്കുന്നതുകൊണ്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് കുറുകി വരും. പിന്നെ ഓവറായിട്ട് വെള്ളം ചേർത്ത് ഇതാക്കരുത്. നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് തന്നെ നമ്മൾ ഈ അരപ്പിലത്തെ ഉപ്പ് നോക്കുക. ഉപ്പും അതേപോലെ ഈ സമയത്ത് തന്നെയാണ് നമ്മൾ പുളി ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളി ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ 2 കഷ്ണം കുടംപുളി ഞാൻ ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 15 മിനിറ്റ് മുമ്പ്. അപ്പോൾ പുളി രസമൊക്കെ നല്ലോണം ഇറങ്ങി കിട്ടും. നമ്മൾ പുളിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സമയത്ത്. ഒരു വലിയ 2 കഷ്ണം കുടംപുളിയാണ് ചേർത്ത് കൊടുക്കണേ കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഉപ്പും പുളിയും എരിവും കറിയിൽ കുറച്ച് മുമ്പൊക്കെ നിർത്തിയിട്ട് ഇടുക. കാരണം മീനിലേക്ക് പിടിച്ച് കഴിയുമ്പോഴേക്കും എരിവും ഉപ്പൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ മുന്നേ ചേർക്കണം. എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ നമുക്ക് ആവശ്യത്തിനേക്കാളും ഒരു പൊടിക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മീൻ കഷ്ണത്തിലേക്ക് അതേപോലെ കൂരി എന്നൊക്കെ പറയുമ്പോൾ നല്ലോണം എരിവ് പിടിച്ചില്ലെങ്കിൽ ഇങ്ങനെ വിളറിയിരിക്കും മീൻ കഷ്ണം. അപ്പോൾ എല്ലാം ഇത്തിരി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അരപ്പ് നല്ലോണം ഇതേപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂരി ചേർത്ത് കൊടുക്കുക. ചെറു തീയിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക.
ഇതിപ്പോൾ ഞാൻ വെക്കുന്ന ഒരു റെസിപ്പിയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ വെച്ചിരുന്ന ഒരു റെസിപ്പിയാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങൾ ഇതിനേക്കാളും നല്ല സൂപ്പറായിട്ടൊക്കെ വെക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഉണ്ടെങ്കിൽ ആ റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഇത് അടച്ച് വെച്ച് ചെറു തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. കറി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലൊരു താളിച്ചൊഴിക്കാം. ചെറിയുള്ളി ഞാനിവിടെ ചെറിയുള്ളിയാണ് താളിച്ചൊഴിക്കണേ. നമ്മുടെ കറി നല്ലോണം തിളച്ച് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ കൈയൊന്ന് പൊള്ളിപ്പോയി. കറി നല്ലോണം തിളച്ച് സെറ്റായിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമുക്കൊരു 5-6 ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അത് ചെറു തീയിൽ കരിഞ്ഞു പോകാതെ മൊരിയിച്ചെടുക്കുക. ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ചിലർ ഉലുവയൊക്കെ ഒഴിക്കാറുണ്ട്. ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചൊഴിക്കാറുണ്ട്. ചെറിയുള്ളി താളിച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മീൻ കറിക്കൊക്കെ. ഇപ്പോൾ വറുത്തരച്ച മീൻ കറിയല്ല, നമ്മുടെ സാധാ തേങ്ങ അരച്ച് വയ്ക്കുന്ന മീൻ കറിക്കും അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, താളിച്ചൊഴിച്ചു. ഇതാണ് നമ്മുടെ വറുത്തരച്ച് വെച്ച കൂരിക്കറി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.